IG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. Yabba, yo, hi dancers. We can just chat now. Ooh la 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 la. Ooh yeah 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 yeah. ഒന്നിച്ചൊന്നിരിക്കാം ഒന്നിച്ചൊന്നിച്ചിരിക്കാം. Hey hey hey. ഒന്നിച്ചൊന്നിരിക്കാം ഒന്നിച്ചൊന്നിച്ചിരിക്കാം. Let's dance, let's dance, let's dance. Let's go jazzo, take it down for pa, take it down for ma, take it down for da, take it up for, take it down, take it up, take it up, lo 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 lo. Tamasha Bazaar. Welcome to Tamasha Bazaar. Tamasha Bazaar. Welcome to Tamasha Bazaar. 3 മണിക്കൂർ സമയത്ത് പണിയാണ് കേട്ടോ. കണ്ടോ വീട്ടിൽ ചെയ്തോണ്ടിരിക്കുക. അടിപൊളിയാ. വാ, 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 എല്ലാരും വാ. എല്ലാരും കേറി വാ. ഇവിടെ ഇട്ടോ വാ, വാ, വാ. ഒരു ചെയറും കൂടെ വേണം. ദാ, ഈ ചെയറിലോട്ട് ഇരുന്നോ. എവിടെയാ കറക്റ്റ് ആടെ കറങ്ങി നടക്കാം. ഇങ്ങോട്ട് വാ. അതെ വാ, വാ, വാ. എനിക്കൊന്നും കാണാൻ പറ്റില്ല. സെന്റർ, സെന്റർ, സെന്റർ. ഇവിടെ, ഇവിടെ, ഇവിടെ. അയ്യോ അയ്യോ എന്റെ മടിയിലിരുന്നല്ലേ ഇല്ല, ഇല്ല. അയ്യോ ആ, ഇവിടെ, ഇവിടെ, ഇവിടെ. പതുക്കെ എവിടെ ഇവിടെ, സെന്റർ, സെന്റർ. ഞാൻ ക്യാച്ച് ചെയ്തോളാം. ഇരുന്നോ. ഇതാണോ നേരെ ഇരി, നേരെ ഇരി. അങ്ങനെ ഇരി. അയ്യോ ആ, അതെടുക്കാൻ പാടില്ല കേട്ടോ. അത് ഓ. കണ്ണിനൊരു കൂളിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കണതാണ്. ശരി റിലാക്സ് ചെയ്തിരിക്കും നിങ്ങൾ. റിലാക്സിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഗുഡ് ഗുഡ്. മേഡം ആ. സത്യം പറഞ്ഞ ഇത് കാണുമ്പോഴേ ആ ഈ സ്കൂൾ യൂണിവേഴ്സിറ്റി ഇല്ലേ, ആ അപ്പൊ ഈ മൈമിന് പോകുന്ന ചില പിള്ളേരില്ലേ, ആ മറ്റേ ആ, അതെ ഓർമ്മ വരുന്നത്. ഇത് കൊറേ നേരമായില്ലേ ഞങ്ങൾ ഇത് പെരട്ടിട്ട് നിന്ന് കഴുകാറായില്ലേ? അയ്യോ ഇപ്പൊ കഴുകാറായിട്ടില്ല ബേബിച്ച. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നാലേ ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് എങ്ങനെയാ? ഞങ്ങള് ഈ അക്ഷയ വഴി എടുക്കണോ അതോ നിങ്ങൾ കയ്യിലേക്ക് തരുവാണോ? അത് വേണ്ട, ലൈവായിട്ട് കിട്ടിക്കോളും. മൊബൈല് വരും, മൊബൈല് വരും. അതെ. ഓ എന്നാലും എന്റെ ജെനി ഞാൻ ഇവിടെ ഇട്ട്. ഇതൊരു ഭയങ്കര അനുഭവമായി പോയി കേട്ടോ. ഇതൊക്കെ എന്ത് ഇനി അനുഭവിക്കാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, ഇതിന്റെ ഒരു അനുഭൂതി ഫീലിംഗ് അത് ഇനിയും കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. അതായത് എന്റെ ഹണി ഇത് തേച്ച് കഴിഞ്ഞ ഒരാഴ്ച തേച്ച് കഴിഞ്ഞ പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഒന്നും തേക്കേണ്ടി വരില്ല. അയ്യോ അതിനുള്ളിൽ ഞങ്ങൾ തട്ടിപ്പോന്നാണ് പറയണത്. അങ്ങനെയല്ല, നിങ്ങളെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറിപ്പോവില്ലേ? ഇതൊന്ന് കഴുകി നോക്കട്ടെ. ഷേപ്പ് മാറിയില്ലെങ്കിൽ ചെടിയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റുന്നത്. ഓ എന്തായാലും എന്റെ ജെനി ഞാൻ ഈ വക ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഷാമ്പു ഉപയോഗിക്കത്തില്ലായിരുന്നു, സോപ്പ് ഉപയോഗിക്കത്തില്ലായിരുന്നു, ഷവർ ജെൽ ഉപയോഗിക്കത്തില്ലായിരുന്നു, കുളിക്കില്ലായിരുന്നു, അലക്കില്ലായിരുന്നു, പല്ല് പോലും തേക്കില്ലായിരുന്നു. ബേബിച്ചൻ എന്റെ ഏത് ഭാഗത്താ നിൽക്കുന്നേ? മനസ്സുകൊണ്ട് ഞാൻ നിന്റെ അടുത്താണെങ്കിലും ശരീരം കൊണ്ട് അകലെയായിരിക്കുന്നു. ഹണി എന്റെ ഈ പ്രോഡക്റ്റിലുണ്ടല്ലോ ഞാൻ അങ്ങ് കൊറിയേന്ന് കൊണ്ടുവന്ന് ചില പ്രത്യേക പച്ചിലകൾ പിഴിഞ്ഞു ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഫേസ് പാക്ക് ആണിത്. ഓ ആണല്ലേ? ഞങ്ങളെ പച്ചക്കിരുത്തി അങ്ങോട്ട് പിഴിയുന്നതല്ലേ? അങ്ങനെ അല്ല ബേബിച്ച, ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ദൈവമേ വെടിമരുന്നാണോ? വെടിമരുന്നാണോ? അല്ല വെടിമരുന്നൊന്നും അല്ല. ഇതിനകത്ത് ഉള്ളത് കുങ്കുമപ്പൂവ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നാരങ്ങ, ബദാം, പിസ്ത. വല്ല സേമിയ പായസമാണ് ഞങ്ങളുടെ മുഖത്ത് പുറത്തിരിക്കുന്നത്. എന്റെ ബേബിച്ച ഇതിൽ നിന്നൊക്കെ എന്തോരം കലോറിയാ മുഖത്തേക്ക് ഇറങ്ങുന്നതെന്ന് അറിയാമോ? അണ്ടിപ്പരിപ്പിന്ന് ഒരു 10 കലോറി ഇറങ്ങിക്കാണും, ആ മുന്തിരിന്ന് ഒരു 8 കലോറി ഇറങ്ങിക്കാണും, ആ പഴത്തിൽ നിന്ന് ഒരു 3 കലോറി ഇറങ്ങിക്കാണും, അവസാനം ആ ഏലക്കന്ന് ഒരു 2 കലോറി ഇറങ്ങിക്കാണും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പക്ഷെ ഇത് കഴുകി കഴിയുമ്പോ ഈ കലോറി എല്ലാം ഞങ്ങളുടെ മുഖത്തില്ലെങ്കിലേ പാണ്ടിലോറി കയറ്റി ഞാൻ കൊല്ലും. പക്ഷെ എന്തായാലും എന്റെ ജെനി ഭയങ്കര ഓർഗാനിക് ആയിട്ടാട്ടോ എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അയ്യോ അതത്രേ ഉള്ളൂ. വളരെ ഓർഗാനിക് ആയിട്ടുള്ള
പ്രോഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് അതെ. അല്ല ചെയ്തിട്ടുള്ളൂ. ജനിക്കൊരു കാര്യം അറിയോ, ആ. ഞാൻ എന്റെ കല്യാണത്തിന് ഒരു അടിപൊളി ഫേഷ്യൽ അങ്ങ് ചെയ്തായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാന് എന്റെ അമ്മ, അമ്മൂമ്മ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എല്ലാവരും ചെയ്തു. എന്ത് രസമായിരുന്നു അറിയോ? ഭയങ്കര രസമാ. ഇവിടെ കല്യാണ ആൽബം എടുത്തൊന്ന് കാണണം. ഈ ചാരത്തിന്റെ അത് ആടിയ പൂച്ചയില്ലേ, അതിന്റെ മുഖം ഇരിക്കുന്ന പോലെ അവരുടെയൊക്കെ മുഖം ഇരുന്ന്. ഇപ്പോഴും ബേബിച്ചൻ എവിടെയാന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മനസ്സുകൊണ്ട് നിന്റെ അടുത്താണെങ്കിലും ശരീരം കൊണ്ട് ഞാൻ അങ്ങ് അകലെയാ. എങ്കിലും ഞങ്ങൾ ഇതൊന്ന് കഴുകി കളഞ്ഞോട്ടെ. ടൈം നോക്കിയരാമോ? സമയം ആയില്ലേ? 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ പോയിട്ട് നല്ലോണം കഴുകി കളഞ്ഞോളൂ. പിന്നെ ആര് ചോദിച്ചാലും എന്റെ കടയിൽ ചെയ്ത ഫേഷ്യൽ ആണെന്ന് പ്രത്യേകം പറയണം കേട്ടോ. പറയേണ്ടി വരില്ല, നിങ്ങളുടെയൊക്കെ സൗന്ദര്യം കണ്ട് അവർ ഇങ്ങോട്ട് ചോദിച്ചു വരാനാണ് സാധ്യത. എന്നാലും ഒന്ന് പറഞ്ഞേക്കണേ. ശരി ശരി ഞാൻ ഏറ്റു. ഒന്ന് പിടിച്ച് പിടിച്ച് ചേട്ടാ അത് എടുത്തിട്ട് പോയാ പോലെ. ഇനിയിപ്പൊ കണ്ണീന്ന് എടുക്കാം കേട്ടോ. ആണോ? അതെ അതെ. കൂളിംഗ് എഫക്റ്റ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പൊ Organic. അവിടെ പോയി കഴി. പെട്ടെന്ന് കഴുകിയിട്ട് വരണേ. ആയിക്കോട്ടെ. മേഡം സൂപ്പർ സംഭവം ഇത്. ഞാൻ പണ്ടേ ഭയങ്കര സംഭവമാണ്. കഴുകാൻ പോരെ ആരും കാണുന്നില്ലല്ലോ. ഇനി ഒലിച്ചു പോയോ? ഒന്നും അറിയാൻ വയ്യ. എന്ത് രസായിരിക്കല്. super നമ്മുടെ ആയിരിക്കും. സ്പെഷ്യൽ ഫേസ് പാക്ക് ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരുടെ പുറത്ത് തന്നെ ട്രൈ ചെയ്യാം. അതെ അതെ അതെ. അതും കൊറിയൻ സാധനമല്ലേ? ഇത് സക്സസ് ആയോണ്ടല്ലോ, ഇത് കൊറിയൻ ആണെന്നൊന്നും ആരോടും പറയണ്ട. അല്ലേ? നമുക്കിത് നമ്മുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് അങ്ങ് ഹിറ്റ് ആക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മേഡം ഏ? ഹണി മേഡം വരുന്നു. ആ അടിപൊളി. ഇത് കണ്ടോ? അവളുടെ ഒരു ഓർഗാനിക്. അയ്യോ, ഒരു അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലെന്നോ? നിന്റെ ഓർഗാനിക് ഫേഷ്യൽ ഇട്ടിട്ട് എന്റെ ഒരു സൈഡും പൊള്ളിപ്പോയി അറിയോ? അയ്യോ, ഞാൻ സുന്ദരിയാക്കാനുള്ള ഫേസ് പാക്ക് അല്ലേ ഇട്ടത്. ഇങ്ങനെയാണോ സുന്ദരിയാക്കുന്നത്? നീ ഇതിനൊക്കെ ഉത്തരവാദം പറയേണ്ടി വരും കേട്ടോ. എന്റെ പൊന്നു മോളെ, ശത്രുക്കളോട് പോലും ഇങ്ങനെ കാണിക്കരുത്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് മോളോട് നന്ദിയുണ്ട്. നന്ദിയോ? എന്തിന്? ഞാൻ കടം വാങ്ങിച്ചവര് ആ കടം തിരിച്ചു വാങ്ങിക്കാൻ വരുമ്പോൾ എന്നെ അറിയാതെ അവർ തിരിച്ചു പൊക്കുള്ളൂ. ആ പരുവത്തിലാക്കി തന്നില്ലേ മുഖം, അതിന് നന്ദിയുണ്ട് മോളെ. താങ്ക് യു. അയ്യോ, പക്ഷെ എങ്ങനെ ശരിയാക്കും? നിന്റെ ഒരെതളല്ലേ പോയുള്ളൂ, ഇത് മൊത്തം പോയില്ലേ? പാപ്പശാനെ കണ്ടില്ലല്ലോ, പുള്ളി എവിടെ പോയി? അതെ, പാപ്പച്ചായന് കുഴപ്പമൊന്നും കാണൂല, അതുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് വരാത്തത്. ഇതേ നിങ്ങളുടെ മുഖത്തിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ പാപ്പച്ചനും ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. കേട്ടിരുന്നതാണല്ലോ, ചില സ്കിന്നിന് ചില അലർജി ഉണ്ടാവും. സ്കിന്നിന് ചില അലർജി. ഈ പരുവത്തിലാണ് ഇതിന്റെ അകത്തിരുന്ന് എല്ലാരും ചെയ്തു വിടുന്നത്. മേഡം പറയുന്നു ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വെറും തൊഴിലാളി. എന്തായാലും ആ പാപ്പച്ചൻ എന്തിയേ? പറഞ്ഞാൽ അങ്ങനെ കാണാനില്ലല്ലോ. പാപ്പച്ചാ പാപ്പച്ചോ അയ്യോ, പാപ്പച്ചനത്. നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തടാ? പാപ്പച്ച, ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ തല്ലണ. താങ്ക് യു. പിന്നെ ആ വാഷ്റൂമിലെ മിറർ ഞാൻ തല്ലി പൊടിച്ചിട്ടുണ്ട്. എന്തിന്? എന്റെ മോൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതിട്ട് ഞാനത് പൊളിച്ചതാണ്. അത് വേണം. അതിന്റെ കാശ് കൊടുത്തേക്കണം. അത് മാത്രമല്ല, ഈ മാളിലെ പല മിററും ഞാൻ തല്ലി പൊളിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൊളിക്കാൻ പോണത് നിങ്ങളുടെ കടയിലെ മിററാണ്. നിങ്ങൾ ശാന്തരാകോ? നിങ്ങൾ സംയമനം പാലിക്കോ? പൊതു സാധനങ്ങൾ ഇങ്ങനെ തകർക്കാൻ പാടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബലപൂർവ്വം ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വരും. അല്ല, ഒരു മിനിറ്റ്. പറയുന്നത് കേൾക്കോ?
എടി നീ ഞങ്ങളെ യാ, പോടാ. ആ, എടി നീ എന്റെ പൊട്ടേക്കിലേക്ക് വരൂടി, അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം കേട്ടോ. യാ, യാ, പോടാ. ഇത് ഞങ്ങൾ ഉടനടി പൂട്ടിക്കോടി, ശരിയാക്കി തരാം. ഇനി നമ്മൾ എന്ത് ചെയ്യും മേച്ചാ? ഇനിയിപ്പം ഏതേലും പണി അറിയാവുന്ന ബ്യൂട്ടി പാർലറിൽ പോയി നമുക്കിത് അവരെ കൊണ്ട് ശരിയാക്കി എടുപ്പിക്കാം. അതേ നടക്കുള്ളൂ. ഒരുപാട് തച്ചു വേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും വാ. എന്നാലും നീ കാണിച്ചു കളഞ്ഞല്ലോടെ ഞങ്ങളെ. അവളുടെ ഒരു ബ്യൂട്ടി. ഛെ, പോടാ. രമോ, നിനക്ക് കൈ ചൊറിയുന്നുണ്ടോ? എനിക്ക് കൈ നല്ലോണം ചൊറിയുന്നുണ്ട്. എനിക്കും ചെറിയ ചൊറിച്ചിലുണ്ട്. എനിക്ക് ചെറുതല്ല, എനിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് കയറുന്നത് അതെ, കൊറിയനല്ല സാധനം. അതെ, കൊറിയനാ. ഇരുന്നങ്ങ് ചൊറിയാ. ആണല്ലേ? ആ ജലപീരങ്കി വേണോ? ജലപീരങ്കി ഇതെന്താ ഇത്? ഒരു കമ്പിളി പൊതപ്പ് ഇങ്ങ് എടുക്കാൻ എന്താ തണുപ്പ്. ഈ വയനാട്ടിലേക്ക് ടൂർ വന്നാ എവിടെയാ? അതാന്ന് തോന്നുന്നു. മോനെ ഒരു കാര്യം, 2 കട്ടൻ ചായ എടുത്തോ. 2 ചായ അല്ല 3 ചായ എടുത്തോ. മകരണ്ട ഇയാളെന്തൊക്കെയാ കുറച്ച് വരുന്നേ? എന്തെങ്കിലും തനക്കറിയണല്ലോ എന്തെങ്കിലും തിന്നാഞ്ഞാലേ ഗ്യാസിന്റെ കംപ്ലൈന്റ് ഇല്ല. എന്നിട്ട് ഞങ്ങൾ തിന്നണ എന്താ? ഉരുളൻകിഴങ്ങിന്റെ സാധനം ഗ്യാസിന്. അല്ലടോ ഞാനിപ്പോ ഇവിടെ എന്തോ ഒരു തണുപ്പാ. അല്ലടോ ഓൻ വിളിക്കൂലിപ്പോ. നിങ്ങൾ തിരിച്ചങ്ങോട്ട് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫോ? ആ ഇപ്പൊ എന്താ ചെയ്യാ? അതാണിപ്പോ ഞാൻ ഇപ്പൊ ചെയ്യും. എന്താ ഓൻ വിളിച്ചിങ്ങോട്ട് മാളില് കാത്തുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടങ്ങാറാവൂല. ഇപ്പൊ മോനെ എനിക്ക് മൊബൈലിനെ പറ്റി എന്താ അറിയാ? എന്താ അറിയണ്ടേ? ഇതിപ്പോ മോനെ ഇത് മിണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. ആ അത് ഞാൻ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഞാനിപ്പോ എന്നോട് ഇന്നാളെ ഒരുത്തൻ പറഞ്ഞ് ഇപ്പൊ 2 ദിവസം മുന്നേ 100 റുപ്യ കയറ്റാൻ. അപ്പൊ ഞാൻ 100 റുപ്യ കയറ്റി. 100 രൂപ കയറ്റിയോ? ആ 100 റുപ്യ കയറ്റിട്ട് ഇത് മിണ്ടില്ല. ആ അത് നിങ്ങളുടെ അതിൽ എന്ത് ആക്ടിവേഷൻ ആയി എടുക്കുന്നുണ്ടാവും. അവര് പിടിച്ചു 100 രൂപ പിടിച്ചാ. എന്നിട്ട് 50 റുപ്യ കൂടി കയറ്റാൻ പറഞ്ഞു, അതും കയറ്റി. 50 കയറ്റിയിട്ട് ആ എന്നിട്ടും വിളിച്ചിട്ട് കിട്ടില്ല, മിണ്ടില്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നോട് ചോദിക്കാം, എങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനറിയില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഇതിനെ പറ്റി വല്ല അറിവില്ല. എന്നാലും നോക്കാം. എന്താ എന്റെ മോളെ കാണാനേ ചെക്ക ഇങ്ങോട്ട് വരിക. അതെ ആ ശരി. അപ്പൊ മോളെ കൊണ്ടുവന്നില്ലേ ഞാൻ? ഞങ്ങള് മാത്രമായിട്ട് വന്ന് ഓനെന്ന് കാണാൻ ദുബായിന്ന് വരികയാണേ. റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് എന്താണിത്? അതെന്താ പൊളിഞ്ഞോണ്ടാച്ചിട്ടാ മോനെ? അതെ ആ വിളിക്കുന്നുണ്ടാവും ഇങ്ങനെ. ആ വിളിക്കാൻ ദൈവത്തിനാണ്. ഇതിന്റെ അകത്തുണ്ട് പൈസ. അല്ല അതാണ് ഞാൻ 150 റുപ്യ കയറ്റിക്കില്ല ആ ആദ്യം 100 കയറ്റി പിന്നെ 50. ഇതിന്റെ അകത്ത് പൈസ കയറ്റി വെക്കാ പറഞ്ഞേ. മനുഷ്യ ഇതിന്റെ അകത്ത് റീചാർജ് ചെയ്യണ്ടല്ലേ? അല്ല എന്നോട് ആദ്യം 100 കയറ്റാൻ പറഞ്ഞു, പിന്നെ 50 കയറ്റാൻ പറഞ്ഞു. ഓ ഇത് റീചാർജ് കടയിൽ പോയിട്ട് റീചാർജ് ചെയ്യേണ്ടിയാണിത്. അങ്ങനെ ചെയ്യണോ? അല്ലാണ്ട് ഇതിന്റെ അകത്ത് കയറ്റി വെക്കണല്ല. അല്ലല്ലേ? അല്ല ഇതിന്റെ ബാറ്ററി എവിടെ? ബാറ്ററി ഞാൻ ആ പൈസ കയറ്റുമ്പോ ഇത് അടയില്ലാന്ന്. അപ്പൊ ബാറ്ററി പോക്കറ്റിൽ വെച്ചാ. അല്ല മനുഷ്യനെ അങ്ങനെ വിളിച്ചാ കിട്ടാ. ഇതിങ്ങനെ വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടോ. ഓണാക്കിനാ ഇതേ ഇങ്ങോട്ട് വിളിക്കാൻ ഇനി പൈസ വേണമെന്നില്ല. ഇല്ല, ആവശ്യക്കാരെ ഇതിനകത്തേക്ക് വിളിച്ചോളൂ കേട്ടോ. ആ അവൻ ആവശ്യക്കാരനാണ്. വലിയ ഉപകാരം കേട്ടോ മോനെ. ഫോണ് വരുന്നുണ്ട് ഓന്റെ. ഓന്റെ ഹലോ ഹലോ ആ ഹലോ അസർപ്പാണ് ആ അസർപ്പ്. ആ മോനെ എവിടെ എത്തി? ഞാനിവിടെ എത്തി. ഞാൻ എറണാകുളത്ത് എത്തി. ആണോ? ഞങ്ങൾ ഇവിടെ ഉണ്ട്, മാളിലുണ്ട്. ആ മോള് വന്നിണ്ടല്ലേ? ആ മാളിലുണ്ട്. ആ ഞാൻ ഇപ്പൊ വരാം. മോള് അവിടെ നിന്നോട്ടെ. ഇങ്ങോട്ട് തന്നെ കഷ്ണായി. അല്ല അതൊക്കെ ഇങ്ങോട്ട് വാട്ടാ, വേമ്പ കാത്തിക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ വലിയ തിരുവാടില്ല. എത്തി. ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങളോട് മറന്നുപോയി. പറഞ്ഞോളൂ. ഓ നമ്മളെ പെണ്ണ് മോളെ കാണാൻ വരിക. നമ്മളെ മോളെ പറ്റി പറയുമ്പോ നിങ്ങൾ കയറ്റി പറയണം. ഞാനിങ്ങനെ കേറ്റി പറയണോ? ഞാൻ പറയൂലേ. പിന്നെ എന്തൊക്കെ ഞാൻ ചിലപ്പം പറയും 5 സെന്റ് അല്ല 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയണം ഓരോ ഏക്കറുണ്ട്. ഏക്കറാ വേണ്ട, 2 ഏക്കറാക്കാ. മനസ്സിലായോ? ആയിക്കോട്ടെ. അങ്ങോട്ട് പോണോ? അല്ല അങ്ങോട്ട് വരും. വരുമോ? ഇങ്ങോട്ട് വന്നോളൂ. ആയിക്കോട്ടെ. പിന്നെ അതാ നല്ലത്. മോനെ ചായ മോളെ ഈ ചായ കുടിച്ചില്ല? എനിക്ക് വേണ്ട. കുടിച്ചോ? കുടിച്ചാ പിന്നെ കിട്ടൂല. അതൊന്നും മിണ്ടാണ്ടിരിക്കാറില്ല. ആരാ വളക്കച്ചവടക്കാരനോ?
അംസക്ക ഞാനാണ്. ആരാ? അസർഫ് ഞാൻ ഞാൻ ഉമ്മച്ചി ഉമ്മച്ചി ഇത് വാപ്പച്ചി ഇതെന്റെ ഉപ്പച്ചി എന്റെ ഓളെ ഉപ്പൂപ്പ പൂപ്പ കണ്ടിട്ട് സിപ്പപ്പ് കാര്യം ഉണ്ടല്ലോ. അല്ല മോളാടെ ഞാന് കാണാൻ വേണ്ടിട്ട് അവള് മോളില്ലടാ, മോളെ കൊണ്ടൊന്നില്ല. അല്ല മോളെ കാണാന്ന് പറഞ്ഞ് ഞാൻ മാള് കാണാന്നാ പറഞ്ഞേ. മാള് കാണാന്നോ? ആ, ഇത് ഗൾഫിൽ ഇഷ്ടമായില്ല, അത് കാണാൻ ഞാൻ അങ്ങോട്ട് വരിക. ഞാനിപ്പോ ഓളെ കാണാൻ വേണ്ടി ഓളെ കാണേണ്ട ആവശ്യമില്ല. മോനെ ഈ കാണണ്ട, അണക്ക് അതുപോലെ ഞാൻ പറഞ്ഞുതരാം. പെണ്ണ് എന്ന് പറഞ്ഞ എന്റെ മോളായ കൊണ്ട് പറയല്ല, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഓളെ മുഖം. അടക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് ഓളെ മുഖം എന്ന് പറഞ്ഞാല് നമ്മളെ ജമ്മു കാശ്മീർ ഓറഞ്ച് കണ്ടിക്കണ ഈ അതേമാതിരി തുടുത്ത് കിടക്കല്ലേ ഓളെ മുഖം. പിന്നെ പെണ്ണിന്റെ പുഞ്ചിരി. അത് പറയണോ? അടക്ക് ഞാൻ പറഞ്ഞോളാം. ഓളെ പുഞ്ചിരി എന്ന് പറഞ്ഞാല് 10 ട്യൂബിലേറ്റ് കത്തിച്ച മാതിരിയല്ലേ ഓളെ ചെറി. ഓള് ചിരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രകാശോ. അത് ശരി. ഇവിടെ കല്യാണ പോലൊക്കെ കറണ്ട് പോയാലും ഓളെ തീർപ്പിച്ച് നിർത്തല്ലേ ചെയ്യാം. നേരെ വെളുക്കണേരെ തീർപ്പിച്ച് നിർത്തൂ. അത് ശരി. അത്രക്കും പവറാണ് ഓളെ ചിരിച്ച്. അപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ലേ നിങ്ങള്? ഓള് ലൈറ്റ്, ഇത് സ്പീക്കർ, ഇത് താർപ്പായി. പിന്നെ മുട്ടി കാര്യങ്ങളൊക്കെ അത് പറയണോ? കാര്യം പറയാത്തതല്ലേ നമ്മൾ പറഞ്ഞു ഉളച്ചും കൊടുക്ക്. മുടിന്ന് പറഞ്ഞാല് ഓള് കോളേജ് വിട്ട് വീട്ടിലെത്തിയാലും മുടിക്കെട്ടെത്തൂല്ല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുരുട്ടി മടക്കി ഇവർ രണ്ടാളും കേബിളൊക്കെ ചുറ്റണായിരിക്കും. ഒരേ കൊലയിലോടും ബാക്കിയുള്ള ടെറസിന് മുകളിലോടും. അത്രക്കും ഗംഭീര മുടിയാ. എന്തായാലും സംഭവം എനിക്ക് പറഞ്ഞപ്പോ ഇഷ്ടായി. ഞാൻ ഇന്ന് എന്തായാലും വാപ്പനോടൊന്ന് പറഞ്ഞിട്ടെ ഇതാണ്ട് ഉറപ്പിക്കാൻ. പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ. പെണ്ണിനെ കടുക് മണി പോലത്തെ ചെറിയൊരു കൂനുണ്ട്. ചെറുത് ചെറിയ കൂനോ? ആര് പറഞ്ഞു എമ്മാതിരി കൂനാ മോനെ ഓളെ പുറത്തുനിന്നറിയോ? കൂനെന്ന് പറഞ്ഞാല് ഇവിടെ അങ്ങനെ വലിയൊരു പർവ്വതം പോട്ടൊരു കൂന്. ചെറുതൊന്നല്ല, വലിയ കൂന. ഓളിങ്ങനെ ദൂരത്ത് നടന്നു വരുന്ന കണ്ടാല് ഈ സഹാറ മരുഭൂമിക്ക് ഒട്ടകം ഇങ്ങനെ വരുന്ന മാതിരിയാ. ഒട്ടകം മരിച്ച പെണ്ണാണ് ഓളെ കോഴിക്കോട് ബീച്ച് കൊണ്ടുപോയി നിർത്തിക്കോളി. എന്നിട്ട് പുറത്ത് ആളെ കയറ്റിക്കോളി 100 രൂപയ്ക്ക്. ബില്ലാതെ മോറായിട്ട് വന്നിക്കാണ്. മോനെ പോവല്ലേ? ഞാൻ പോവാണോ? പോയിക്കോട്ടെ. അമ്പളെ പോക്ക് വേറെ ചക്കര കിട്ടൂലേ? ലോട്ടറി ടിക്കറ്റ് അത് 60-ാം വയസ്സിൽ അറിഞ്ഞ് ചത്തിട്ടില്ലെങ്കിൽ 70-ാം വയസ്സിൽ എറിഞ്ഞു കൊള്ളാം. ഇന്നത്തെ നമ്മുടെ അതിഥി വ്യത്യസ്തമായിട്ടുള്ള അഭിനയ ശൈലിയിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ ഒരു നടനാണ്. ഇദ്ദേഹം ന്യൂജൻ സംവിധായകരുടെയും പഴയ സംവിധായകരുടെയും പ്രിയ നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സുനിൽ സുഗത. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്ത് പ്രൊഫഷണൽ വർക്ക് ചെയ്തിരുന്നു? കുറെ ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ITC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പല ഹോട്ടലുകളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്, വേറെ എന്തോ ചെയ്യേണ്ടതെന്ന് തോന്നിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തപ്പലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അവസാനമാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പൊ അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെ അസുഖമുള്ളവരാന്ന് തോന്നുന്നു. ആണോ? അയ്യോ, സ്റ്റെപ്പ് തെറ്റിയല്ല, കാല് തെറ്റിയത്. കാല് തെറ്റിയതാണ്. എന്റെ വില കളയരുത്. ഹലോ, നമസ്കാരം. മൈക്കിൾ ജാക്സൺ
ഓ മൈക്കിൾ ജാക്സൺ ആണോ? അല്ല ഞാൻ മൈക്കിൾ ഇവൻ ജാക്സൺ. ആ രണ്ടും. ഞങ്ങള് ഡാൻസ് കൊറിയോഗ്രാഫേഴ്സ് ആണ്. ആ അത് കണ്ടോ. ഓക്കെ, ഞങ്ങളെ ഇങ്ങോട്ട് കമ്പനി പറഞ്ഞു വിട്ടതാണ്. അതിനാ അതായത് നിങ്ങൾ ഈ ഗസ്റ്റുമായിട്ട് ചാറ്റ് ചെയ്തില്ലേ, അത് ഈ പഴം വിഴുങ്ങിയ പോലെ നല്ല ചാറ്റ് ചെയ്യാനുള്ളത്. താളാത്മകമായിരിക്കണം, നൃത്തം വേണം, മനസ്സിലായില്ലേ? ഈ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതൊരു ചാനലിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അത് ചാറ്റിങ് ഒരു താളാത്മകം വേണം. പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞുതരാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് നിങ്ങൾ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, കാണിച്ചു കൊടുക്കും. ഹായ്, എന്ത് ചെയ്യുന്നു സിനിമയിൽ? അയ്യോ എൻ്റെ അമ്മോ. അഭിനയിക്കുന്നു. എങ്ങനെയാണ് സിനിമയിൽ വന്നത്? എന്നെ നാടകത്തിൽ നിന്നും ഒരു ഡയറക്ടർ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വിളിച്ചതാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങൾ, സിസ്റ്റർ. അങ്ങനെ അല്ല ഇങ്ങനെ പഴം മുഴുങ്ങി പോലെ വർത്തമാനം കൊണ്ട് കാര്യമില്ല. അതെ, നമുക്ക് ബേസിക് ഇല്ല ഡാൻസിന്റെ ഒന്നും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കേരളത്തിലേക്കാൾ കൂടുതൽ സ്റ്റെപ്പ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. 1001 സ്റ്റെപ്പ് ഉണ്ട്. അത് പഴനിക്ക് പഴനിമലയുടെ സ്റ്റെപ്പ് അല്ല, ഡാൻസിന്റെ സ്റ്റെപ്പ് കൂടുതലാണ്. മനസ്സിലായി? അപ്പോ ആക്ച്വലി നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു തരാം. അപ്പോ നിങ്ങൾ അതുപോലെ വേണം പ്ലേ ചെയ്യാനായിട്ട്. കേട്ടോ? എക്സാമ്പിൾ, ഞാൻ എന്റെ ശിഷ്യനാണ്. ശിഷ്യ ഒരു പ്ലേ ചെയ്യണം, നമ്മൾ കാണിച്ചു കൊടുക്കാതെ. അതായത് ഞാൻ പറയുന്നത് ഞാൻ കൗണ്ട് ഇട്ട് തരാം. ഓക്കെ, കൗണ്ട് ഇട്ട് വരുമ്പോൾ ഡാൻസ് ചെയ്യണം. നിങ്ങൾ ഗ്ലാസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏതാ ബ്രാൻഡ്? ഇത് കഴിഞ്ഞിട്ട് മതി. അത് കഴിഞ്ഞിട്ട് മ്യൂസിക്, ഗ്ലാസ്, ഗ്ലാസ്, റോപ്പ്, റോപ്പ്, റോപ്പ്. കണ്ട, റോപ്പാണ്. തേങ്ങാപതി, 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 തേങ്ങാപ്പൂതിയോ? തേങ്ങാ ചെരവൽ. അപ്പൊ ഇങ്ങനെ ചെയ്യണം. തേങ്ങാപ്പതി ഒന്ന് കാണിച്ചേ. തേങ്ങാപതി നിസ്സാരമാണ്. ആ ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് ഓർമ്മ വന്നു. തെങ്ങ് ഇത് കണ്ടപ്പോ എനിക്ക് തെങ്ങിക്കേറുന്നല്ല ഓർമ്മ വന്നു. മറ്റേ കടയിലൊക്കെ ഫണ്ട് കുബേർ കുഞ്ചിന്ന് ചിരിക്കൂല. ഒരു കാര്യം ചെയ്യൂ, ഞാൻ സ്റ്റെപ്പ് പറഞ്ഞ കളിക്കൂ. ഞാൻ കൗണ്ട് ഇട്ട് തരാം. രണ്ടുപേരും കളിക്കൂ. ഗ്ലാസ്, ഗ്ലാസ്, ക്ലാസ് കളിക്കൂ. ഗ്ലാസ്. ഓക്കെ, എനിക്ക് വന്നില്ല. പിടിച്ചോ. അന്നാ ഡാൻസ് കാണിക്കാന്ന് പറഞ്ഞത്, വയറ് കാണിക്കാനല്ല പറഞ്ഞത്. കറക്റ്റ് പിടി. എന്താണ് ഇത്? തേങ്ങാപ്പൂതി മതി. തേങ്ങാപതി, 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 മ്യൂസിക്, തേങ്ങാപതി. സൈക്കിളിന് കാറ്റടിക്കാനല്ല, തേങ്ങ പതിക്കായി. തേങ്ങാ ചെരവൽ. ഭാവിയുണ്ട് കേട്ടോ. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓ, നിങ്ങൾ 3 പേരെന്നാണല്ലോ എന്റെ അടുത്ത് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. ഒരാള് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയ ഹോസ്പിറ്റലാണ്. ഞങ്ങൾ കൂടുതൽ ആള് റോപ്പ് ഡാൻസർ ആയിരുന്നു. അപ്പൊ പുള്ളി സ്റ്റേജിൽ നിന്ന് റോപ്പിൽ ആടിപ്പോയി. അപ്പൊ ആൾക്കാർ കൈയടിക്കും. തിരിച്ചാടി വന്ന് രണ്ടാമത് ആടി പോയിട്ട് പുള്ളി തിരിച്ചു വന്നില്ല. ഇലവങ്കവി കുരുങ്ങി കറണ്ട് അടിച്ച് പുള്ളി താഴെ വീഴും. ഇപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എവിടെ? ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. പക്ഷെ അവനെ എന്തിനാ സ്റ്റേജിൽ പറഞ്ഞു വിട്ടാ? കൂട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ പോയി കളിക്കൂലായിരുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലാന്ന് പറഞ്ഞാൽ അപകടാവസ്ഥയിലാണ്. മനസ്സിലായി? അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പെർഫോം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി മാസ്റ്ററിന്റെ വെറൈറ്റി ഒന്ന് കാണിക്കാം. അത് കാണിയില്ലേ? അല്ല, കാണിക്കുന്നോ? ഫയർ ഡാൻസ് ചെയ്യും പുള്ളി. ചെയ്യുമ്പോൾ ഈ മാളിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഫയർ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഫയർ ഡാൻസിന്റെ ആളാണ്. ഫയർ ഡാൻസ് മണ്ണെണ്ണ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. മാളിലുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. ഓക്കെ, അപ്പം ചെയ്യാലോ. മണ്ണെണ്ണ കുടി. ഹലോ, ഇന്റർവെല്. ശരി ശരി, ഓക്കെ. അതെ, ഇന്റർവെല്ലിന് മതി എന്നാണ് പറയണത്. അല്ലെ, ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇപ്പൊ വേണ്ടാന്ന്. ഇപ്പൊ വേണ്ടെന്ന്. അതെ, ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അല്ല, അല്ല, അത് അതെ, അവരവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ അതേ സമയം വൈബ്രേഷനിൽ ഇട്ടേക്കണേ. ഹലോ, സാർ.
ഓക്കെ സാർ അത്രേ ഉള്ളൂ. ഇന്റർവെല്ലിനെ ചെയ്യുള്ളൂ സാർ, ഇന്റർവെല്ലിനെ ചെയ്യുള്ളൂ. ശരി, അതെ ഇന്റർവെല്ലിനെ പറ്റുള്ളൂ. കാരണം സേഫ്റ്റിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു ട്രയൽ എന്ന് പറഞ്ഞ രീതിയിൽ അത് ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. നിങ്ങൾ എന്താണ് എന്നെ അങ്ങനെ പറയുന്നത്? അവര് കലാകാരന്മാരല്ല, അവരൊരു ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് വരുമ്പോ അല്ല സുനിലേട്ടാ, അങ്ങനെ ഉത്സാഹപ്പെടുത്തരുത്. അല്ല എനിക്ക് മനസ്സിലായി. പക്ഷേ അയ്യോ അയ്യോ ഒരു കോൾ. എന്താ ഈ ഫോൺ ഇത് ഈ പ്രാവശ്യം ചെയ്യാൻ എന്തായാലും ചെയ്യാം. സാർ ഇല്ല സാർ ഇല്ല ഇല്ല ഞാൻ അവരെ സമ്മതിക്കില്ല. ഞാൻ എങ്ങനെയും പിടിച്ചു നിർത്തിക്കോളാം. 2 മണിക്കൂറല്ലേ ഉള്ളൂ, 2 മണിക്കൂർ ഞാൻ പിടിച്ചു നിർത്തിക്കോളാം. നടത്തില്ല. ആ സാർ ഓക്കെ ഓക്കെ സാർ. സാർ എന്നെ വിശ്വസിച്ചോളൂ, ഞാൻ എന്തായാലും ഇത് ഇന്റർവെല്ലിനെ നടത്തുള്ളൂ. ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ. അല്ല 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 അത് സാർ പറയണത് എന്താണെന്ന് ഹലോ, അതെ ഇത് നടത്തണം കേട്ടോ. ഞാൻ നിങ്ങൾ എന്നെ ഗസ്റ്റായി വിളിച്ച് അവര് പെർഫോം ചെയ്യാൻ വന്നിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫയർ ഡാൻസ് ആണ്, നമുക്ക് അഗ്നിശാപം കിട്ടും. അത് ചെയ്യാൻ സമ്മതിക്കണം. ചെയ്യാൻ സമ്മതിക്കണം. ശരി ചെയ്തോളാം പറഞ്ഞു. പ്രിയമുള്ള മാന്യമുള്ള ജീവനക്കാരെ, വളരെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ആണ്. എന്റെ ആശാൻ ഒരു ഫയർ ഡാൻസ് ആണ്. കുട്ടികളെല്ലാവരും മുതിർന്ന ആൾക്കാർ അടുത്തിരിക്കണം. ഇത് വളരെ സാഹസികമായ ഒരു ഐറ്റമാണ്. ഓക്കെ റെഡി സ്റ്റാർട്ട്. മണ്ണെണ്ണ തീർന്നു. മൊത്തം തീർന്ന പ്രിയമുള്ളവരെ, ഒരു റേഷൻ കാർഡ് ഇവിടെ കിട്ടൂ പ്ലീസ്. ഇവിടെ അടുത്ത റേഷൻ കാർഡ് ഉണ്ടോ? ഡീസൽ നിന്ന് കത്തിച്ചു ചെയ്ത് ടെൻഷൻ ഞാൻ കുടിച്ചു. സാങ്ഷൻ കിട്ടി കഴിഞ്ഞപ്പോ മണ്ണെണ്ണ വിഴുങ്ങിട്ടിരിക്കുക. അപ്പൊ ടെൻഷൻ അവർ സീറ്റ് ഇട്ടു വലിക്കാൻ. കത്തി കയറി സീറ്റോട് വലിച്ചു കൊടുത്താ. വന്നിട്ട് ഇവിടെ എന്നെ ഡാൻസ് കളിപ്പിക്കുന്ന മോശമല്ലേ? മണ്ണെണ്ണ എന്ത് ഞാൻ കുടിച്ചില്ലേ അത്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പറ ഒരു കാര്യം, വീട്ടിലെ കറണ്ട് കട്ടാണ്. നിന്റെ അണ്ണാക്കിലൊരു തിരിയിട്ട് ഞാൻ കത്തിച്ച് വീട്ടിന്റെ ഫ്രണ്ട് വെക്കാൻ പാ. മണ്ണെണ്ണയും കുടിച്ചിട്ട് പരിപാടി വിളിക്കാൻ വേണ്ടി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വന്നോണ്ടാണോ ഇതുപോലെ സ്റ്റേജ് കലാകാരന്മാരോട്? എനിക്ക് എല്ലാ കലാകാരന്മാരും ഇഷ്ടം. എന്നാലും സ്റ്റേജിൽ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നാടകവേദികളിൽ? പലപ്പോഴും നമ്മൾ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പലപ്പോഴും 1-2 കോസ്റ്റ്യൂം ഒക്കെ മാറാനൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ കോസ്റ്റ്യൂമൊക്കെ ചിലപ്പോൾ നമ്മുടെ നാടകത്തിന്റെ തലേദിവസമൊക്കെ അടിച്ചൊക്കെ കിട്ടുക, അതൊന്നും ഇട്ടൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനിതുപോലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കോസ്റ്റ്യൂം മാറിയിട്ട് മറ്റേ കോസ്റ്റ്യൂം ഉണ്ട്. അപ്പൊ രണ്ടാമതൊരാളെ കോസ്റ്റ്യൂം ഉള്ളിലിട്ടിട്ട് ഈ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. അപ്പൊ നേരെ നമ്മുടെ ഗ്രീൻ റൂമിൽ പോയി ഇത് മാറാൻ നോക്കി, ഈ സാധനം ഇവിടെ സ്റ്റക്കായി. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോരുന്നില്ല സാധനം, ഇവിടെ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോ അപ്പൊ ചെയ്യാനുള്ള അവിടെ സമയമായി, എത്തേണ്ട സമയം. ഭാഗ്യത്തിന് വേറെ ആള് വന്നിട്ട് അയാള് ബലമായി ഊരി എന്നെ അങ്ങോട്ട് തള്ളി വിട്ടു. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലാ സ്റ്റേജിലൊക്കെ. ഫസ്റ്റ് സിനിമയിലേക്കുള്ള കോള് വന്നത് ഇതേപോലെ തന്നെ. ഞാൻ ഫസ്റ്റ് നാടകമല്ല, ഞങ്ങളൊരു സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തായിരുന്നു. അപ്പൊ ആ നാടകം ഇവിടെ എറണാകുളത്ത് നടക്കുമ്പോൾ മാർട്ടിൻ പ്രക്കാട്ട്, അദ്ദേഹത്തിന് ഫസ്റ്റ് സിനിമയാണ് ബെസ്റ്റ് ആക്ടർ. അപ്പൊ ആ സിനിമയിലേക്ക് അയാൾ കുറച്ച് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് മുഖങ്ങളൊക്കെ തപ്പി ഇറങ്ങിയതാണ്. അപ്പൊ ഇദ്ദേഹം ഈ നാടകം കാണാൻ വരികയും അന്ന് ഈ നാടകം കണ്ടിട്ട് അദ്ദേഹം 4 പേരെ ഞങ്ങളെ സെലക്ട് ചെയ്തു. അപ്പൊ ശരിക്കും ഞാൻ അങ്ങോട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടേതാ, സ്റ്റേജിൽ നിന്ന് വിളിച്ചുകൊണ്ടേതാന്ന് പറയാൻ വേണ്ടി. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് സിനിമ, ബെസ്റ്റ് ആക്ടർ ഡയലോഗുള്ള. അപ്പൊ ഫസ്റ്റ് സീനും ഫസ്റ്റ് ഇതൊക്കെ മമ്മൂക്കടൊപ്പം തന്നെയായിരുന്നു. മമ്മൂക്കടൊപ്പമാണ് ഞാൻ ഫസ്റ്റ് അഭിനയിച്ചത്. അടിപൊളി തുടക്കമായിരുന്നു. അതിനുശേഷം കപ്പിൾ ഓഫ് മൂവീസ് മമ്മൂക്കയുടെ കൂടെ തന്നെ. കപ്പിളല്ല, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഏറ്റവും ചെയ്തിട്ടുണ്ട് മമ്മൂക്കടൊപ്പം. ഹലോ സുനിൽ സാർ അല്ലേ? അതെ സാർ നമസ്കാരം. എന്റെയാണ് ഈ ഇവിടുത്തെ ഈ പാർലർ സ്റ്റുഡിയോ. സാറിന് ഈ ഇടയ്ക്ക് സാറിന് ആലോചിച്ച ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി. അതെ, ഓർമ്മയുണ്ടോ റേമോ? കല്യാണ ആലോചനയൊക്കെ ഇങ്ങനെ എല്ലാം നടക്കുന്നല്ലേ? അയ്യോ, എന്നാലും സാറ് കല്യാണം ഇത്രയും കാലമായിട്ട് കഴിച്ചിട്ടില്ല നമ്മൾ ആ കുട്ടി പറഞ്ഞപ്പോഴാട്ടോ അറിഞ്ഞത്. യു ആർ സ്റ്റിൽ സോ യങ്. ക്രോണിക് ബാച്ചലർ ആണ്. എന്നിട്ട് എന്തെങ്കിലും ഒത്തു വന്നോ? ഒരെണ്ണം 50% ശരിയായിട്ട് ആണല്ലേ? അയ്യോ, അപ്പൊ നമുക്ക് 50% എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമാണ്. 50% ആണല്ലേ ബാക്കി? 50% നമുക്ക് റെഡിയാക്കി എടുക്കാം. എങ്ങനെയെന്ന് ചോദിക്കേ? എങ്ങനെയാണ്? നമുക്കിത് മൊത്തത്തിലൊന്ന് തച്ചോടിച്ച് എല്ലാം കളഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് പണിഞ്ഞെടുക്കണം.
ഇത് പഴയ മറ്റേ ഓടിട്ട വീട് പോലെ ആയിപ്പോയി. നമുക്കിത് മൊത്തത്തിൽ മാറ്റി കോൺക്രീറ്റ് ഇട്ട് Makeover. റൂഫൊക്കെ റെഡി ആക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മേക്ക് ഓവർ. എന്നെ മനസ്സിലാവോ പിന്നെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ? പിന്നല്ല കൊച്ചു പയ്യനാവൂലേ? ട്രൈ ചെയ്യാം ഓക്കെ. അല്ല പക്ഷെ എന്നാലും ചോദിക്കട്ടെ, സാറിന് ഈ പണ്ട് പ്രേമൊക്കെ ഉണ്ടായിരുന്നു? പ്രേമം എപ്പോഴും ഉണ്ട്. ഇപ്പോഴുണ്ടോ? പിന്നെ എന്നാ പിന്നെ കല്യാണം അത് തന്നെ. അതായത് പ്രേമിച്ച് കല്യാണം കഴിക്കാന്നാ വിചാരിച്ചു. പക്ഷെ പ്രേമം ഒരു വഴിക്ക് പോയി കല്യാണം നടന്നില്ല. ഈ സങ്കല്പത്തിലെ പെൺകുട്ടി അത് സങ്കല്പത്തിലെ അതൊക്കെ എങ്ങനെ വേണം? തക്കാളി പോലത്തെ കവിള്, തക്കാളി പോലത്തെ കവിള്, പിന്നെ ചുണ്ട്. ചുണ്ട് ക്യാരറ്റ് പോലെ ആയിക്കോട്ടെ. ക്യാരറ്റ് പോലത്തെ ചുണ്ട്. തത്തയല്ല. ക്യാരറ്റ് തക്കാളിയും ക്യാരറ്റും ഇത് ഓർത്ത് വെച്ചോണേ. മൂക്ക് മൂക്ക് വെണ്ടയ്ക്ക പോലെ. വെണ്ടയ്ക്ക പോലത്തെ മൂക്ക്. നീളം. സൂപ്പർ. കണ്ണുകളാണെങ്കിൽ നമുക്ക് പാവയ്ക്ക പോലത്തെ ഇങ്ങനെ ആ ഷേപ്പ്. പാവയ്ക്ക പോലത്തെ കണ്ണ് അല്ലേ? ഇതിപ്പോ ഇത്രയും മുടി അല്ലേ? ഇങ്ങനെ മുരിങ്ങാക്കോല്. മുരിങ്ങാക്കോല് പോലത്തെ മുടി. അരക്കിലോ തക്കാളി ക്യാരറ്റ് വെണ്ടയ്ക്ക പാവയ്ക്ക മുരിങ്ങാക്കോല്. ഇതിപ്പോ സാറിന് പെണ്ണാണോ വേണ്ടത് അതോ സാമ്പാറിൽ ഇടാനുള്ള മലക്കറിയാണോ വേണ്ടത്? ഞങ്ങളുടെ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് സാറിന് ഒരു സ്പെഷ്യൽ ഓഫർ തരുവാണ്. ഒരൊറ്റ സംഭവം ചെയ്ത് ഞങ്ങൾ സാറിനെ മൊത്തത്തിൽ അങ്ങ് മാറ്റാൻ പോവാണ്. റെമോ ആ സാധനം അങ്ങ് എടുക്കൂ, ഞാൻ ചെയർ എടുത്തിടാം. അയ്യോ ഇതുപോലുള്ള സെലിബ്രിറ്റീസിനൊക്കെ മേക്ക് ഓവർ ചെയ്തല്ലേ? അതെ ഗസ്റ്റ് ആണ് ഇതുപോലുള്ള സെലിബ്രിറ്റീസിനെ മേക്ക് ഓവർ ചെയ്താലേ നമ്മുടെ മോളിനൊരു പേരൊക്കെ കിട്ടും. ധൈര്യമായിട്ടിരിക്കാലോ അല്ലേ? ഞാൻ എന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം. കാണുന്ന പോലെ ഒരു മുഖാണ് കേട്ടോ. ഇങ്ങോട്ട് നിന്നോ, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. One, two, three. One, two, three. പിന്നെ ഞാനേ ഒരു 10 വയസ്സ് കുറയുന്ന വിചാരിച്ചുള്ളൂ. ഒറ്റയടിക്ക് 30 വയസ്സ് സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരും. 10 വയസ്സുള്ള പയ്യൻ. അടിപൊളി. ഡ്യൂഡ് ഇതാണോ മേക്ക് ഓവർ? പിടിച്ച തലൊരു കൊടിയും കൂടി കുത്ത പിന്നെ കൊടിമുടി എവറസ്റ്റ് കീഴടക്കി സന്തോഷം. ഒന്ന് എടുത്ത് മാറ്റിയത്. നിങ്ങൾക്കൊരു സൗന്ദര്യ ബോധമില്ലല്ലോ. ഈ ടൈപ്പ് സെറ്റ് ചെയ്യണം. അതൊന്നും വേണ്ട. അയ്യേ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു. ഇതെന്താ മോശം? ഇതല്ലേ മോശം? ഇതെന്താ പ്രശ്നം? ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. ഇത് മതി. വെറുതെ അല്ല നിങ്ങളിവിടെ ഈച്ചാട്ടിയിരിക്കുന്നത്. അപ്പൊ റെമ കടയിലെ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് അല്ലേ? നമുക്ക് പോവാം. കണ്ടോ, ഇങ്ങനെ ഒരുങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. ഉള്ളിൽ എന്തെങ്കിലും വേണോന്നാ പറഞ്ഞത്. അതെ സാറേ, വേറെ സാധനങ്ങൾ അതല്ല ഈ കല്യാണം ഒക്കെ ഉറപ്പിക്കുമ്പോഴേ നമ്മുടെ ഇവിടെ ബ്രൈഡൽ പാക്കേജ് ഉണ്ട്. ഫേഷ്യല് ഹെയർ എല്ലാം ചെയ്യും. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം കേട്ടോ പെങ്കൊച്ചിനെ. നമ്മളെ സൂപ്പർ ആക്കി തരും. ഇപ്പൊ മേക്ക് ഓവർ കണ്ടില്ലേ, അതിലും അടിപൊളിയായിരിക്കും. അതെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അയ്യോ അത് പക്ഷെ നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഷൂസ് ആണ്. കായംകുളം കൊച്ചിനി സിനിമയിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ? അതായത് കുറച്ച് വില്ലൻ പെണ്ണുങ്ങളൊക്കെ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ? കണ്ടപ്പോ പേടിയായി. ഒരു 1 ഡിസ്റ്റൻസിൽ നിക്കണ പോയിട്ടില്ല. എന്താ ആ ക്യാരക്ടറെ കണ്ടല്ലോ. എന്താ ഒരു വില്ലൻ ചെയ്യാണെങ്കിലും പല സിനിമകളിലും കുറച്ചൊരു കോമിക് ഒരു ഇത് ഉണ്ടാവാറുണ്ട്, ഫ്ലേവർ ഉള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പലഹാരത്തിന്റെ പേരുള്ള ആളല്ലേ? സുനിൽ സുഗിയൻ. സുഗിയനല്ല, സുഗത. സുബൈദ. സുഗത എന്തായാലും കുഴപ്പമില്ല, സിനിമയിലുണ്ടല്ലോ. ഞങ്ങളെ തൃപ്പൂണിത്തറ
ഏതാ തിയേറ്ററിന്റെ പേര് മറന്നു പോയല്ലോ നമ്മള്. കിങ്ങിണി നൃത്ത കലാനിലയം ബാലസമിതി. എപ്പോഴും ഒരിക്കലും മറന്നു പോകും. അതിന്റെ പ്രൊപ്പറേറ്റർ ആണ് ഞാൻ. ഓ കലാകാരന്മാരാണ്. അതെ 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 അതെ. ഇതെന്താ ഇങ്ങനെ വന്ന്? എന്റെ പേര് കിങ്ങിണി സദാനന്ദൻ. അതെ അതെ, ഞാനിതിലെ മെയിൻ നടനാണ്. രാവണൻ സാബു. രാവണൻ സാബു. സ്വഭാവം കൊണ്ടാണോ? അല്ലല്ല, ഞാൻ സ്ഥിരമായിട്ട് ഈ രാവണന്റെ വേഷമാണ് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാലേ, ഞങ്ങളുടെ ബാലയിൽ അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ടോ? അടുത്ത സീസൺ. ഈ സീസൺ അല്ല, അടുത്ത സീസൺ. അല്ല, ഇപ്പൊ ബാലയും നാടൊക്കെ താല്പര്യമാണെങ്കിലും ഇപ്പൊ ബാലയിൽ അഭിനയിച്ച സിനിമയ്ക്ക് പോകാം. അയ്യോ, അതെന്തൊരു വർത്താനോ? ബാലയിൽ അഭിനയിക്കുന്നവരാരും സിനിമ കാണാൻ പോറില്ലേ? ഞങ്ങൾ കൂടെ ഞങ്ങൾ സിനിമ കാണാൻ പോറുണ്ടല്ലോ. കാണാൻ പോണതല്ലല്ലോ, അഭിനയിക്കണ ആണല്ലോ. അപ്പൊ ഡേറ്റുകൾ തമ്മിൽ ക്ലാഷ് ആയ അത് കുഴപ്പമില്ലെന്ന്. രാവിലെ സിനിമയിൽ അഭിനയിച്ച് വൈകുന്നേരം പോരാലോ ബാലയ്ക്ക്. നിങ്ങളിപ്പോ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നോക്കാം. ചേട്ടൻ പ്രതീക്ഷിക്കുന്ന പേയ്മെന്റ് മുകളിൽ ഞാൻ തരും. അത് ഞാൻ തന്നിരിക്കും, മേലേക്ക് മേലെ. ചേട്ടൻ ഇപ്പൊ 600 രൂപ പ്രതീക്ഷിച്ചെങ്കിൽ ഞാനൊരു 900 രൂപ അങ്ങ് തരും. കൈ നിറച്ച് 900 രൂപ ഞെട്ടി നിൽക്കുക. പൈസ കേട്ടിട്ട് ഞെട്ടിയിരിക്കുക. 900 രൂപയ്ക്ക് അഭിനയിക്കാൻ പറ്റുക ഞാൻ? അയ്യേ, 900 രൂപ അല്ല, 900 രൂപ. അതിനകത്ത് 1000 ഉണ്ട്. 1000 ഉണ്ടോ അതിനകത്ത്? 900. ഏയ്, അതൊന്നും ശരിയാവില്ല. പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞോളാ, ഞാൻ എനിക്കറിയാൻ പാടില്ല. പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. ചെയിൻ പരിപാടിയാ. അതെ. അല്ലല്ല, ചെയിനല്ല, കൊന്ത. അല്ല, ചെയിനാണ്. ചെയിൻ പരിപാടിയല്ല, കൊന്ത. ചെയിൻ കൊന്തയാന്ന്. എന്താന്ന് പറഞ്ഞ ഒരു പരിപാടി, പിന്നെ കുറെ ദിവസം പരിപാടി ഇല്ല, പിന്നെ 2 പരിപാടി, പിന്നെ കുറെ ദിവസം പരിപാടി ഇല്ല, പിന്നെ ഒരു 3-4 പരിപാടി. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. എല്ലാം കൂടെ വർഷത്തിൽ ഒരു 7 എണ്ണം കളിക്കാം. നല്ല പൈസ ഉണ്ടാക്കാം. നേരത്തെ എനിക്കൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളെ അഭിനയിച്ചോണ്ടിരുന്ന അഭിനയിച്ചോണ്ടിരുന്ന നല്ല പേയ്മെന്റ് ഒക്കെ മേടിച്ചോണ്ടിരുന്ന. ഒരു സിനിമയിൽ അഭിനയിച്ച് തിരിച്ചു വന്നിട്ട് പേയ്മെന്റ് കൂട്ടി ചോദിച്ചു. ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ഇപ്പൊ നാടകവും ഇല്ല, പരിപാടിയിൽ നിന്ന് ഔട്ടുമായി. ഫീൽഡ് ഔട്ടായി. ലളിത, എനിക്ക് ഇഷ്ടം പോലെ സിനിമയുണ്ടല്ലോ. സിനിമ ഉണ്ടായിട്ട് നാടകത്തിൽ നിന്ന് ഔട്ടായല്ലോ. ഞങ്ങൾ അടുത്ത പ്രാവശ്യം എടുക്കുന്ന നാടകമല്ല, ബാലയുടെ പേര് പുതിയ ബാലയാണ്. ഗോൾഡൻ പാലസ്. പൊന്നാപുരം കോട്ട. ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അഭിനയിക്കാൻ പറ്റും, നല്ല സംഭവം. ചേട്ടൻ അതിനകത്തൊരു രാജാവാണ്. ഈ രാജാവിനെ പിന്നെ മന്ത്രിയും സേനാനായനും കൂടെ ചേർന്ന് ചതിച്ച് പുറകീന്ന് കൊല്ലുക. ബാഹുബലി മറ്റേ കത്തി കൊണ്ടല്ലേ കുത്തനെ വാളുകൊണ്ട്. ഇത് വെറൈറ്റി ആയുധമാ. ഈ തോർത്തുകൊണ്ട് ഇങ്ങനെ കരുത്ത് ധരിച്ച് കൊല്ലുന്നു. മലയാള സിനിമയിൽ കണ്ടിട്ടേ ഇല്ല, നാടകങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹരാണ്. അവര് എന്റെ ഒരു ഇത് നമുക്കൊന്ന് ചെയ്തു ഒരു ത്രില്ലേ, അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണല്ലേ. ബാല എന്ന് പറഞ്ഞ മുഖത്തെ എക്സ്പ്രഷൻ ആണ്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. സിനിമയിലെ പോലുള്ള കുറച്ച് അധികം ഇടേണ്ടി വരും. അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇച്ചിരി കൂടുതലിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സിംഹാസനം വേണ്ടേ? സിംഹാസനം രാജാവ്. ഡയലോഗ് ഉണ്ടോ? ഡയലോഗ് ഒന്നുമില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് അതിന്റെ എക്സ്പ്രഷൻ മാത്രം ഒന്ന് കാണിച്ചാൽ. സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ മന്ത്രി, സേനാനായകൻ, ഞാൻ രാജാവ്. അപ്പൊ ഈ എക്സ്പ്രഷൻ ഇട്ടോണം. ഓക്കെ, എക്സ്പ്രഷൻ. ഇങ്ങനെ കഴുത്തെ എക്സ്പ്രഷൻ ശരി നോക്കട്ടെ. ഇങ്ങനെ വെറുതെ വെക്കുന്നു അല്ലേ? അപ്പൊ ഞങ്ങൾ ചതിച്ചു കൊല്ലാൻ പോകുന്നു. എക്സ്പ്രഷൻ റെഡി. തകർത്ത് മറിച്ചിരിക്കുന്ന ഇരിപ്പ് പോയി. സിനിമ അങ്ങനെ കാണിക്കും. ഭയങ്കര അഭിനയായിട്ടത്. തോർത്തെടുത്തോട്ടല്ലേ ഇതേ? അതവിടെ ഇരിക്കട്ടെ. കിടക്കാൻ അഭിനയാട്ടോ, തകർത്ത അഭിനയിച്ച് കളഞ്ഞു. ഈ പുള്ളി നമ്മളോട് അടുത്ത വർഷം ബാലനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 പരിപാടി എടുക്കും. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഒരു വിഷയമല്ല. നമുക്കുണ്ടോ പൊളിച്ചെടുക്കാൻ മൊത്തത്തിൽ തീർന്നു തോന്നാൻ. ചേട്ടോ, ചേട്ടാ,
ഇത് വിഷയമായി കേട്ടോ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് അതെ സുല്ലേട്ടാ ഇവിടെ നിന്ന് വെച്ചാൽ പോലീസ് വരും നമുക്ക് ഇടി കിട്ടും. നമുക്ക് പരിപാടി സ്ഥലത്തേക്ക് വിടാം. അവിടെ ചെന്നാൽ കമ്മിറ്റിക്കാർ ഇടിക്കും. ഏത് വേണം? പോലീസെ കഴിഞ്ഞ് ഇടിയല്ലോ അവിടുത്തെ ഇടി. അത് കൊള്ളാം ബാ. അയ്യോ നിങ്ങൾ പോ. അല്ല ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? സുല്ലേട്ടാ സുല്ലേട്ടാ ആക്ടിങ് ആയിരുന്നല്ലേ? അയ്യോ അലക്കാതെ പോയാലും അമ്മമാരൊക്കെ ഒഴിവാക്കാൻ ഇതൊക്കെ പറ്റുള്ളൂ. ആണോ? നന്നായി നന്നായി നന്നായി. ആവശ്യമില്ലാത്തവരൊക്കെ അയ്യോ ഞാൻ വിളിച്ചു വരുത്താനല്ലോ വന്ന് കാരണല്ലേ ഇങ്ങനെ ഓരോ മാറി. കൊല്ലം കൊണ്ടുവന്നിരിക്കാൻ. അയ്യോ അങ്ങനെ ഞാൻ കൊല്ലാണൊന്നും കൊന്നല്ല. എന്തായാലും സുല്ലേട്ട ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വരണം. ഓക്കെ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇത്ര നേരം നിന്ന് നല്ല അടിച്ചു പൊളിച്ച് നമ്മുടെ കൂടെ നിന്നതിലൊക്കെ ഒത്തിരി സന്തോഷം. സുല്ലേട്ടനായിരിക്കുന്ന ആളെ പിന്നെ സുനിയല്ലേ? സുനി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ആസ്ഥാന വാദ്യ വൃന്ദക്കാരനാണ്. അപ്പൊ നമ്മുടെ സുനിലിന്റെ ഒരു ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് സുനി നമ്മൾ കേൾക്കാത്ത പാട്ടുകളുണ്ട് കേൾക്കാത്ത സുനിലെ ഇറ്റ് ഫോക്കിന് അല്ലെ കഴിഞ്ഞ ഇറ്റ് ഫോക്കിന് 2010 ഒരു ഭയങ്കര ഹിറ്റ് സംഭവം ഉണ്ടാക്കി. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് നമ്മളൊക്കെ അതിൽ കൂടിച്ചേർന്ന് പാടിയായിരുന്നു. ഞാനപ്പോ സുനിയുടെ ഒപ്പം കൂടാം. സുനി അത് തന്നെ കേൾക്കട്ടെ. ഓക്കെ ഓ ഞാൻ എന്തെങ്കിലും എടുക്കണോ? എടുക്ക് ഒന്ന് കൊടുക്ക്. ഞാൻ എന്ത് തൊട്ടാ? La commission terra papici la capitin se ma che Arabistana hosta garra gota boss. hoita hoita hey hoita hoita re hoita hoita hey hoita hoita re hoita hoita hey hoita hoita re Ula mama se hoita hoita re Oya mama honde hoita hoita re hoita hoita hey hoita hoita re hoita hoita hey hoita hoita re hoita hoita re hoita hoita re അടിപൊളി അടിപൊളി. സുല്ലേട്ടോ നിക്കാണോ അങ്ങനെ? നമുക്കൊരു ബൈ പറയണ്ടേ? ബൈ ബൈ ബൈ. ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.